ഇത് നാരങ്ങ അച്ചാറ്, ഇത് കണ്ണിമാങ്ങ, ഇത് ചെമ്മീൻ വറുത്തരച്ചത്, ഇത് വെളുത്തുള്ളി. ചെമ്മീൻ ചമ്മന്തിയും കണ്ണിമാങ്ങ കഴിക്കാൻ പറ്റിയ അവസ്ഥ എൻ്റെ. എന്തോന്ന്? എൻ്റെ അമ്മച്ചി അവിടെ ബാംഗ്ലൂർ കടയിൽ കിട്ടാത്ത സാധനം വല്ലതാണോ എടുത്ത് വെക്കുന്നേ? ഇത് എന്തായാലും കടയിൽ കിട്ടത്തില്ല. ഇതിലേ എന്റെ പ്രാർത്ഥനയും സ്നേഹവും ചേർത്തിട്ടുണ്ട്. അയ്യോ, അത് രണ്ടും കൂടി ഇതിനകത്ത് എടുത്തിട്ടാ അച്ചാറിന്റെ ടേസ്റ്റ് മാറിപ്പോവന്നാമോ? കൂടെ അവിടുന്ന്. ആ മോനഞ്ചോ, ഒരു മിനിറ്റ്. എന്നതാ ദാ ഇതെന്നെ ഒരു ജോലി കിട്ടി പോകുമ്പോ കുരിശാന്നോ എടുത്ത് കൈ തരുന്നേ? ഇത് നേർച്ച രൂപ. നിന്റെ സ്റ്റെബിലൈസർ കമ്പനി പൊട്ടിയപ്പോ അമ്മച്ചി നേർന്നതാ. ജോലിക്ക് ചേരുന്ന ആദ്യ ദിവസം തന്നെ ബാംഗ്ലൂരിലെ കൊള്ളാവുന്ന ഒരു പള്ളിയില് ഇതങ്ങ് സമർപ്പിച്ചേക്കണം. ആ മോനെ, ഇത് നിന്റെ ഇലക്ട്രിക്കൽ ഷോപ്പ് പൂട്ടിയില്ലേ, അപ്പൊ അമ്മച്ചി നേർന്നതാ. പിന്നെ ഇത് ട്രാവൽ ഏജൻസി പൂട്ടിയപ്പോ നേർന്നായിരിക്കും. ആഹാ, അതിന് നേർന്നത് സബാസിനോസ് പുണ്യാളന്റെ രൂപ. അതേ അടുത്ത് തരാം. നിക്ക്. അത് മൊത്തമായിട്ട് ഇങ്ങ് തന്നേരെ. ഞാൻ കംപ്ലീറ്റ് പുണ്യാളന്മാരെയും കൂടെ ബാംഗ്ലൂർ പള്ളിയിൽ അടക്കിക്കോളാം. ആ ജോ, വാടാ ഇവിടെ. നിന്നെ വിളിക്കുന്നു. എന്നെ നിന്നെ രണ്ടുപേരും ഇങ്ങോട്ട് വരാൻ. അമ്മച്ചി വഴക്ക് പറയണ്ട അമ്മച്ചി. അതെ, അമ്മച്ചിയുടെ മോനൊരു മംഗളകാര്യത്തിന് ഇറങ്ങുമ്പോ ഞങ്ങളെ വഴക്ക് പറഞ്ഞ അമ്മച്ചിയുടെ മോന് തന്നെ ദോഷം. അങ്ങനെയുണ്ട്, എന്നെ ബാധിക്കും. ബൈബിളില് പറഞ്ഞിട്ടുണ്ട്. വാടാ ഇവിടെ. ഇവരെന്തോന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ചുമ്മാതല്ല, അവന്റെ അപ്പം നേരത്തെ പോയി. എന്നെ മരിച്ചതാണല്ലോ അവൻ പറഞ്ഞത്. അമ്മച്ചി ഇന്നത്തേക്ക് അമ്മരൊന്നും പറയണ്ട പ്ലീസ് 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 പ്ലീസ്. അയ്യോ പോയി. സ്വന്തം ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് കാശ് കളഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ നിങ്ങൾക്ക് ഒരേ കമ്പനിയിൽ ഒരുമിച്ച് ജോലി കിട്ടിയിരിക്കുന്നു. നിങ്ങളൊക്കെ ഒരേ മനസ്സാന്ന് അതിന്റെ സാരം. നിങ്ങളൊക്കെ അമ്മച്ചിക്ക് മക്കള് തന്നെ. പോയിട്ട് വാ. കർത്താവ് അനുഗ്രഹിക്കണം. മറ്റേ കാര്യം ഒന്നും കൂടെ അനുഗ്രഹിക്കണം. അമ്മച്ചിയുടെ കാര്യം. ഇത് എവിടെ നിന്നാടെ സൽമാൻ ഒരു വൃത്തിയായിട്ട് ശബ്ദം വരുന്നത്? ഞാൻ വിതുമ്പിയതാ. ഇതാണടാ അമ്മ. ഇതായിരിക്കണോടാ അമ്മ. എനിക്ക് കൊണ്ട് ഒരെണ്ണം. എന്ത്? ഞാൻ യാത്ര പോണെന്ന് പറഞ്ഞപ്പോ പറയാ, നിക്കാഹാകുമ്പോ അറിയിക്കണം, ബിരിയാണി കഴിക്കാൻ വരാന്ന്. പാവോടാ. വിളിക്കുന്നു. വാ. സൽമാനെ ഓവറാക്കി ചളമാക്കല്ലേ നിർത്ത്. ശരി കർത്താവേ കാത്തോളനെ. അമ്മച്ചിയുടെ അടുത്ത് നാട്ടിലില്ലാത്ത കള്ളവും പറഞ്ഞു. ആകെ വിഷമായി. ആരുടെ? ആ നമ്പ്യാരന്മാരെങ്ങാനാണോ? നമ്പ്യാരന്മാരൊന്നും അല്ല, നമ്മുടെ കുരുനാഥൻ. ഞാൻ പറയുന്നു കേൾക്കൂ. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് പിച്ചപാത്രം എടുത്തിട്ട് പഠിപ്പിച്ച സാറിനോടാണോ ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ഫോണിങ്ങടുത്തെ. അതാണ് എന്നെ നടവേ. എടോ ചെറ്റ പരമനാറി തെണ്ടി, മറ്റവനെ മറിച്ചവനെ. ബാംഗ്ലൂരിൽ ജോലി കിട്ടിയെന്ന് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് നാട് വിടുക ഞങ്ങള്. ആ നമ്പ്യാരന്മാരെ പേടിച്ച്. നീ മിണ്ടായിരുന്നു. ഞങ്ങളെ ഈ ഗതിയിലാക്കിയ തന്റെ വൃത്തികെട്ട ശബ്ദം പോലും ഇനി കേൾക്കാൻ പാടില്ല. കേട്ടോടാ പരമനാറി ചെറ്റ തെണ്ടി. ചെവി ചീഞ്ഞു. ബാക്കി നീ വിളി. അത്യാവശ്യ സമയത്ത് ഒരു തെറി പോലും നാവില് വരില്ല. പ്രിയപ്പെട്ട സാർ, തെണ്ടി എന്ന് വിളിയടാ. നിങ്ങളുടെ ക്ലാസ്സിൽ 3 കൊല്ലം പഠിച്ചു പോയി എന്ന ഒറ്റ തെറ്റിന് അനുഭവിക്കാവുന്നതിലേറെ ഞങ്ങൾ അനുഭവിച്ചു. സർ, ഇനി ഉപദ്രവിക്കരുത്, വിട്ടേക്കണം. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാൽ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കും. നോക്കൂ, പരാജയങ്ങളിൽ നിന്നുമാണ് ഒരു മനുഷ്യൻ പാഠം പഠിക്കുന്നത്. ഞാൻ പഠിച്ചു. നിങ്ങളുടെ കടം തീർക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുൻപ് നമ്പ്യാർമാർക്ക് കടം തീർക്കാനുള്ള 75 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അയാൾ ചത്ത.
പിന്നെ പറഞ്ഞത് സത്യ. നിങ്ങൾ ഫാക്ടറിയിലേക്ക് വാ, കാര്യങ്ങൾ വിശദമായി സംസാരിക്കും. എന്താടാ?